ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് പോന്നതാണ് കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പം എൻ്റെ വീട് ചെറുപ്പശ്ശേരി കാറൽമണ്ണയാണ്. അങ്ങനെ ശനി ഞായർ 2 ദിവസം കിട്ടിയപ്പോൾ നേരെ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ താഴെയുള്ള 2 അനിയത്തിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മക്കളും അവരും എല്ലാവരും കൂടിയപ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് നമ്മുടെ തൂത കാവിലേക്കൊന്ന് പോയാലോ എന്ന്. അങ്ങനെ ഞാനും അമ്മയും പിന്നെ തുമ്പി അനിയത്ര കുട്ടി ദിയും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഭയങ്കര രസമാണ്. ഒരു പുഴയുടെ വക്കത്താണ് കേട്ടോ അമ്പലം വരണത്. അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. ഞായറാഴ്ച കാരണം അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ ഞങ്ങൾ തൊഴുതു, ഒന്ന് വലം വെച്ചു. അതിനുശേഷം തുമ്പിക്കുട്ടിയും ദിയും പറയാൻ തുടങ്ങി കേട്ടോ, പുഴയിലേക്കൊന്ന് ഇറങ്ങണം പറഞ്ഞിട്ട് അവർക്ക് പുഴ കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പുഴയൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം കേട്ടോ, തുള്ളിച്ചാടാണ് അവർ. അങ്ങനെ പുഴയുടെ വക്കത്ത് കുറച്ച് നേരം ഇരുന്നു. നല്ല അടിപൊളി വൈബാണ്. അതേപോലെ മനസ്സിന് നല്ലൊരു കുളിർമയും കൂടിയും കിട്ടും കേട്ടോ അവിടെ ഇരുന്ന. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും അമ്മ കുട്ടികൾക്ക് പുഴയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. തൂതപ്പാലത്ത് കൂടെ പോണ വണ്ടികളുടെ എണ്ണ എടുത്തിട്ടാണ് കേട്ടോ ഇവർ രണ്ടാളും കൂടി ഇവിടെ നിൽക്കണത്. ഇവർക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇവരെ രണ്ടാളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് ചാടിയിട്ടുണ്ട്. പുറത്ത് ചാടിയപ്പോഴേക്കും തൂതക്കാവിലിൻ്റെ നേരെ ഉമ്മറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിലത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ഓരോ ചായ അതേപോലെ ഉഴുന്നുവടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ നേരെ തൂതേന്ന് ബസ് കയറി കാറൽമണ്ണയിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും അനിയൻ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ നന്നായി കഴുകിയെടുത്ത് അതിൽ മസാലയൊക്കെ തിരുമ്മി വെച്ചു. ഇനിയിപ്പോൾ നേരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒറ്റ വെക്കാൻ പറ്റില്ലല്ലോ, ഉരുളിയിലല്ലോ വെക്കണം. ഇന്ന് പുറത്തുള്ള വിറകടുപ്പിലാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. എപ്പോഴും കുക്കറിലാണ് വെക്കൽ. അപ്പം ഇന്ന് കുറച്ച് അധികം ആളുകളുണ്ടല്ലോ, അപ്പോൾ ആ വലിയ ചെമ്പൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വൈബാണ്. അതേപോലെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം രണ്ടാമത്തെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ കഷ്ണം എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും വിശന്ന് കുടലൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഓർമ്മ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ലയെന്ന്. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി നമ്മുടെ ബിരിയാണിയിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും മക്കളൊക്കെ പാത്രം കൊണ്ട് 4 പുറം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കുട്ടികളെ പറ്റിക്കാനുള്ള ഒരു സംഭവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു കഷ്ണം ചിക്കനും കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് അവിടെ പോയിരുന്ന് ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാണോ? തുമ്പി ബിരിയാണി രസമുണ്ടോ?